ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, പി.വി. നരസിംഹറാവു, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്നിവർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്രതയിലൂന്നിയ സമീപനമാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ പ്രദേശത്തും വികസനം എത്തുന്ന തരത്തിലാണ് സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ രണ്ടാംഘട്ട പര്യടനത്തിന് ആരംഭം. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവയെ നേരിടും. വാർത്തകൾ വിശദമായി. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, പി.വി. നരസിംഹറാവു, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ എന്നിവർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകാൻ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. നേരത്തെ ബീഹാർ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിനും മുൻ ഉപപ്രധാനമന്ത്രി എൽ.കെ. അദ്വാനിക്കും ഭാരതരത്ന നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 11ാമത് ലോക ഗവൺമെന്റ് ഉച്ചകോടി ദുബായിൽ നടക്കും. ഈ മാസം 12 മുതൽ 14 വരെ നടക്കുന്ന ഉച്ചകോടിയിൽ 85-ലധികം അന്താരാഷ്ട്ര പ്രാദേശിക സംഘടനകൾ പങ്കെടുക്കും. ഭാവി സർക്കാരുകളുടെ രൂപീകരണം എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഇന്ത്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങൾക്ക് ഉച്ചകോടിയിലേക്ക് പ്രത്യേക ക്ഷണമുണ്ട്. ഈ മാസം 14-ന് നടക്കുന്ന ഉച്ചകോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം നൽകുന്നതിന് ആവിഷ്കരിച്ച റോസ്ഗർ മേളയുടെ 12ാം ഘട്ടം ഈ മാസം 12-ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും. മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ കേന്ദ്ര വാർത്താവിതരണ സഹമന്ത്രി എൽ. മുരുകൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. റോസ്ഗർ മേളയിലൂടെ നിയമനം ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികളുമായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വെർച്വലായി സംവദിക്കുന്നത് പരിപാടിയിൽ പ്രദർശിപ്പിക്കും. സമഗ്രതയിൽ ഊന്നിയ സമീപനമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്റെ പുസ്തകം എന്റെ വിദ്യാലയം പരിപാടിയിൽ കുട്ടികൾ തയ്യാറാക്കിയ 1056 പുസ്തകങ്ങളുടെ പ്രകാശനം കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തിന്റെ ഒരു സവിശേഷത അതിന്റെ സമഗ്രതയിൽ ഊന്നിയ സമീപനമാണ്. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുകയും കുട്ടികളുടെ സർവതോന്മുഖമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് നമുക്കുള്ളത്. എല്ലാ പ്രദേശത്തും വികസനം എത്തുന്ന തരത്തിലാണ് സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനുണ്ട്. കേരളത്തിലെ മുഴുവൻ പേർക്കും വീട് എന്ന സർക്കാർ ലക്ഷ്യം പൂർത്തീകരിക്കും. ഇനിയും 2 ലക്ഷത്തോളം വീടുകൾ ലഭ്യമാക്കാനുണ്ടെന്നും അത് നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കൃഷി, മത്സ്യം, പാൽ ഉൽപാദനം തുടങ്ങിയ എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. എറണാകുളം കാലടി ഗ്രാമപഞ്ചായത്ത് മാണിക്യമംഗലം തുറയിൽ എംപാങ്ക്മെന്റ് മത്സ്യകൃഷിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓരുജലത്തിലും കൃത്രിമ കുളങ്ങളിലും കൂടുകളിലും ജൈവ സുരക്ഷിത കുളങ്ങളിലും മത്സ്യകൃഷി മുന്നേറുന്നു. ഈ മേഖലയിലേക്ക് കൂടുതൽ പേരെ എത്തിക്കുന്നതിനും കൃഷി വ്യാപിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നാട്ടിലെ ജലാശയങ്ങളും കൃഷി ചെയ്യാൻ കഴിയാത്ത പാടശേഖരങ്ങളും കണ്ടെത്തി മത്സ്യകൃഷിക്ക് ഉപയോഗപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ് സംഘടിപ്പിക്കുന്ന മെഷീനറി എക്സ്പോയ്ക്ക് നാളെ തുടക്കം. എറണാകുളം കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിൽ മന്ത്രി പി. രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. 166 സ്റ്റാളുകളിലായി രാജ്യത്തെ 100-ലേറെ പ്രമുഖ മെഷീൻ നിർമ്മാണ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന 6ാമത് മെഷീനറി എക്സ്പോയിൽ അതിനൂതന മെഷീനുകളുടെ പ്രദർശനവും മെഷീനറി നിർമ്മാതാക്കളുമായി ആശയവിനിമയത്തിന് അവസരവും ഉണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ 2ാംഘട്ട പര്യടനത്തിന് തുടക്കമായി. തിരുവനന്തപുരത്ത് കഴക്കൂട്ടം, ശ്രീകാര്യം എന്നിവിടങ്ങളിലായിരുന്നു ഇന്നത്തെ പര്യടനം. ജില്ലാ ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പര്യടനം സംഘടിപ്പിച്ചത്. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധന ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവ നടന്നു. കോഴിക്കോട് മലാപ്പറമ്പിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകി.
കുണ്ടൂപ്പറമ്പിലും ബിലാത്തിക്കുളത്തും യാത്രയുടെ ഭാഗമായി സ്വീകരണ യോഗങ്ങൾ ഒരുക്കി. എറണാകുളത്ത് യാത്രയുടെ രണ്ടാം ഘട്ടം മട്ടാഞ്ചേരിയിൽ നിന്നും ആരംഭിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് കെപിസിസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരാഗ്നി പ്രക്ഷോഭ ജാഥയ്ക്ക് തുടക്കമായി. എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ ജാഥ ഉദ്ഘാടനം ചെയ്തു. ജാഥയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും സർക്കാരുകളുടെ ഭരണം കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽമേള മറ്റന്നാൾ തിരുവനന്തപുരം ആറ്റിങ്ങൽ CSI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് വരെ 3000-ലധികം തൊഴിൽ അവസരങ്ങൾ മേളയിലൂടെ ലഭ്യമാക്കും. മേളയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പദ്ധതികളായ പ്രധാനമന്ത്രി സ്വനിധി, പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന, പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, മുദ്ര യോജന എന്നിവയെ സംബന്ധിച്ചുള്ള സെമിനാറുകൾക്ക് ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ലീഡ് ബാങ്ക്, ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്നീ സ്ഥാപനങ്ങൾ നേതൃത്വം നൽകും. കൈകൾ ശുദ്ധമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മാസപ്പടി കേസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ എന്തിനാണ് ശ്രമിക്കുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. അച്ഛനും മകളും അന്വേഷണത്തോട് സഹകരിക്കുകയാണ് വേണ്ടതെന്നും കോട്ടയം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തെ ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ച് 7000 രൂപയാക്കി ഉയർത്തിയതായി മന്ത്രി വീണ ജോർജ്. 2023 ഡിസംബർ മാസം മുതൽ പ്രാബല്യത്തിൽ വരത്തക്ക വിധത്തിലാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ കുടിവെള്ളം എത്തിക്കുന്ന അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ നഗരത്തിൽ നാളെ ചിലയിടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി അറിയിച്ചു. രാവിലെ 7 മണി മുതൽ രാത്രി 10 വരെയായിരിക്കും ജലവിതരണം നിർത്തിവയ്ക്കുക. നഗരത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മറ്റന്നാൾ ഉച്ചയോടെ മാത്രമേ ജലവിതരണം പൂർവ്വസ്ഥിതിയിലാകൂ. ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അറിയിപ്പിൽ പറയുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവ പോരാട്ടം. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ പ്രധാനമന്ത്രിമാരായ ചൌധരി ചരൺ സിംഗ്, PV നരസിംഹറാവു, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ എന്നിവർക്ക് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്രതയിൽ ഊന്നിയ സമീപനമാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ പ്രദേശത്തും വികസനം എത്തുന്ന തരത്തിലാണ് സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ. കേന്ദ്ര സർക്കാർ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിലെ രണ്ടാം ഘട്ട പര്യടനത്തിന് ആരംഭം. ISL ഫുട്ബോളിൽ ഇന്ന് ഒഡീഷ ഗോവയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.